വാർത്തകൾ തുടരുന്നു. 6 മാസത്തിലധികമായി ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ റെഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ ഓണത്തിന് പട്ടിണി സമരം നടത്തും. ഉത്രാട തലേ ദിവസമായ നാളെയും ഉത്രാടം, തിരുവോണം നാളുകളിലുമാണ് സമരം നടത്തുക. സ്ഥാപനത്തിലെ ഇടപാടുകളിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് വിജിലൻസ് അന്വേഷണം നടത്തി വ്യക്തത വരുത്തണമെന്നും സമരസഹായ സമിതി ചെയർമാൻ രജിത് നാറാത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലാഭത്ത് നിൽക്കുന്ന സമയത്തും റേഡ്കോയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ആരംഭിച്ച ഒരു സ്ഥാപനമാണ് റേഡ്കോയുടെ കീഴിൽ മാവിലായി പ്രവർത്തിക്കുന്ന കറി പൗഡർ യൂണിറ്റ്. ആ കറി പൗഡർ യൂണിറ്റ് മാത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും കറി പൗഡർ യൂണിറ്റിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും മാത്രം ചെയ്യുന്നത് ഒരു അനീതിയാണ്. അവിടെ ലാഭമുണ്ടാക്കുന്നുവെങ്കിൽ റേഡ്കോയുടെ ട്രേഡുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ലാഭത്തിന്റെ വിഹിതമെടുത്താണ് 1998 മാവിലായിൽ ഈ സ്ഥലം വാങ്ങിച്ചത്. അതിന്റെ മോഡിഫിക്കേഷൻ നടത്തുന്നത് പിന്നീടാണ്. ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയെല്ലാം റേഡ്കോയിൽ നിന്ന് അതിന്റെ ട്രേഡിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തിനനുസരിച്ച് നടത്തിക്കുകയും പിന്നീട് ഭരണകൂടം മുഴുവനും കറി പൗഡർ യൂണിറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്? ഇപ്പൊ കറി പൗഡർ യൂണിറ്റിലെ പർച്ചേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ അഴിമതി നടക്കുന്നു. ആ അഴിമതിക്ക് നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് കറി പൗഡർ യൂണിറ്റിനെ മാത്രം ശ്രദ്ധിക്കുകയും ഇങ്ങേ തലക്കൽ 41ഓളം വരുന്ന യൂണിറ്റുകൾ റേഡ്കോയ്ക്ക് കേരളത്തിൽ ആകമാനമുണ്ടായിരുന്നു. അതെല്ലാം അടച്ചുപൂട്ടി റേഡ്കോയുടെ ഔട്ട്ലെറ്റുകൾ പൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്ന ഭരണകൂടത്തിന് ഇതിനോട് താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്ത ഭരണകൂടം രാജിവെച്ചൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നിരവധിയായ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയെങ്കിലും രാജിവെക്കാൻ മാത്രമല്ല ജീവനക്കാരെ പരിഹസിക്കുന്ന നയമാണ് കഴിഞ്ഞ 20-ാം തീയതി പോലും ചേർന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചേർന്ന സമരത്തിന്റെ ചർച്ചയ്ക്കിടയിൽ ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മാസത്തെ ശമ്പളമെങ്കിലും ഈ ഓണത്തിന് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കാനുള്ള തീരുമാനം എടുക്കും എന്ന ചർച്ചക്കകത്ത് പറയാൻ മാത്രം ധൈര്യമില്ലാതെ പോയിരിക്കുന്നു ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരിതാപകരമാണ് ഒരു മാനേജ്മെന്റ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഈ നീതികേട്, ഈ അനീതി എങ്ങനെയാണ് ഒരു ഭരണകർത്താവിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇപ്പൊ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരും കേരളത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. രാഷ്ട്രീയപരമായ വേർതിരിവില്ല. കാരണം ഒന്ന്, സഹകരണ പ്രസ്ഥാനം നിലനിൽക്കണം. 2, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം. അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യണം. അവരുടെ ജോലിക്ക് വേതനം നൽകാൻ സാധിക്കാത്ത വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബൈജു KC, സുരേഷ് കുമാർ M, മധു EK എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.